എല്ലാവർക്കും ഒരു ഹൈ പോയി ഇന്നാണ് പോകുന്നത് സൂപ്പർ ക്യൂബ് എന്ന ആനിമൽ എപ്പിസോഡ് 10. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ടൈബർ 17 എന്താ പറയുന്ന ആ വോൾഫ് പോലെയുള്ള ബീസ്റ്റിനെ കൊണ്ടുവന്ന് ഇതിന്റെ എജിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ സ്ട്രെങ്ത് ബിയറിന്റെ അത്രയൊക്കെ കാണും. ഇതിന്റെ വീക്ക്നെസ് എന്നത് ഇത് വളരെ ക്രൂവലാണ് എന്നത് മാത്രമാണ്. ഇന്ന് വലിയ ബിൽഡപ്പ് കൊടുത്താണ് അയാൾ പറയുന്നത്. മുൻപ് പോയ അയാളെ കഴിക്കുന്നുണ്ട്. അവിടെ ഗോൾഡ് കൊണ്ടുവന്ന് വെച്ച് ഏത് വാര്യറാണ് അതിനെ കൊല്ലാനായിട്ട് പോകുന്നത് എന്ന് ഒരുമാതിരി സംസാരം. വാങ്ഷി എന്ന എന്തോ ഒന്ന് വരാൻ പോകുന്നത് പോലെ ആ ബീസ്റ്റിൽ നിന്ന് അല്ല, ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ചെയ്തതുപോലെ അങ്ങനെ ഒരാൾ മത്സരിക്കാനായിട്ട് പോയി ഫ്രണ്ടിലായിട്ട് വന്നിട്ട് അതിനെ നോക്കുവാണ്. എന്നാൽ അത് നേരെ ചാടി വന്നിട്ട് അവനെ ഇഗ്നോർ ചെയ്ത് ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അത് കണ്ടവിടെ ഒരുപാട് പേര് ഇത് പൊട്ടി സുമർത്ത് വരുമെന്ന് പറഞ്ഞ് ഓടുവാണ്. പേടിക്കണ്ട, ഇത് അങ്ങനെയൊന്നും പൊട്ടില്ല, നീ എന്നെ ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞ താഴെ ഉള്ളവൻ പറഞ്ഞ അറ്റാക്ക് എന്നാൽ അതിന്റെ സ്പീഡിൽ മിസ്സായി. നോക്കുമ്പോൾ പിറകെ കൂടെ വന്ന് അതിനെ വന്നു ആ സോഡ് വെച്ച് പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ അയാൾക്ക് വിഷയം ഇത് പൊട്ടുമെന്ന് വാങ്ങിച്ചാൽ പോയി അതിന് കാരണമല്ല അവനാണ്. എന്റെ മൈക്രോവേവ് വിഷയം വഴി അവൻ എസ്കേപ്പ് ആവാൻ കഴിഞ്ഞില്ല. ആ പൗഡർ ഇട്ട് ഇതൊരു ആക്സിഡന്റ് ആക്കി തീർത്തു. അപ്പോഴാണ് ആ ഗ്ലാസും ബ്രേക്ക് ചെയ്ത് ഡൂവിന്റെ പിറകിലായിട്ട് വന്ന് നിൽക്കുന്നത്. അയാൾ ഞെട്ടി ചാടി വന്നതും വേറെ ഒരുത്തം വന്ന് ഒറ്റയടി. അയാള് മൂറോങ് എന്ന ഒരുത്തയാണ്. അവനോട് നന്ദി പറഞ്ഞിട്ട് പോകുന്നുണ്ട് വെപ്പൺസ് എടുക്കാനായിട്ട് പറയുമ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലാത്ത പോലെ ഇതെല്ലാം യൂസ്ലെസ് ആണ്. വാങ്ഷ മനസ്സിലായി, നിങ്ങൾക്കറിയാം എന്താണ് ചെയ്തതെന്ന്, എങ്കിലും എനിക്ക് വേണ്ടത് അവരുടെ കയ്യിലാണുള്ളത്, എനിക്കത് ഉപകാരമായി. എന്നിട്ട് സൈഡിൽ കൂടി പോവാണ്. ഞാൻ ഫാമിലിയുടേതായ എൽഡസ്റ്റസ് ആണ്, നമുക്ക് പോവാൻ എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു സെക്യൂരിറ്റി വന്നിട്ട് വാങ്ഷനെ തടഞ്ഞ് അതെല്ലാം അവരുടെ കൺട്രോളിലാണ്, ആരും പേടിക്കണ്ട, നിങ്ങൾക്ക് പോയി പഴയ സ്ഥലത്ത് തന്നെ എടുക്കാം എന്ന് പറയാണ്. ഒരു തടിയല്ല ഒരു 1 പഞ്ച് മാൻ പോലെ ഒരുത്തം വന്ന് ഒറ്റയടി സൈഡായി. ഈ അവസരം നഷ്ടമായി എന്നൊക്കെ സംസാരിക്കുകയാണ് വാങ്ഷ മനസ്സിൽ. അപ്പോഴാണ് ഒരാൾ മിസ്സിങ് എന്ന് അവന് മനസ്സിലായി. അപ്പോഴാണ് അവന് എല്ലാ കാര്യവും മനസ്സിലായത്. അവർ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് തന്നെ ഒരാൾ ഈ വഴി നൈസായിട്ട് എസ്കേപ്പ് ആകാനും ആ ഏൻഷ്യന്റ് മാസ്ക് അത് പൈസ കൊടുക്കാതെ തന്നെ എടുക്കാനുമാണ്, അല്ലാതെ ഓപ്ഷൻ വഴി പൈസ കൊടുത്ത് വാങ്ങാനൊന്നും അല്ല. ഈ സമയം സെക്യൂരിറ്റിയോടെ എല്ലാം കൺട്രോളിലല്ലേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ഡോർ തുറന്നപ്പോൾ ലൈറ്റ് ഓഫ്. ഡോമാഴ്ചയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് അവിടെ ഒരു ഡോറ് തുറന്ന് നടക്കുന്ന പോലെ. അതുകൊണ്ട് പോയി നോക്കുമ്പോൾ പിറകെ കൂടി ആ പെണ്ണ് വന്ന് ഒറ്റയടി. വാക്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണാണ് രണ്ടുപേരെ അടിച്ച് സൈഡാക്കി. എന്നിട്ട് CCTV അതുവഴി ആണ് പോകേണ്ടേ, അത് ജാമാക്കിട്ട് പോകുന്നു. അയാൾക്ക് സംശയം തോന്നിയില്ല. അതിനെ കയറൊക്കെ വെച്ച് താഴെ ഉള്ള വോൾട്ടിലേക്ക് ഇരിക്കുന്ന അങ്ങോട്ട് പോവുകയാണ്. ഒരു ക്ലൗസ് പോലുള്ളത് അതിട്ട് അക്സസ് ചെയ്യുമ്പോൾ അത് അക്സസ് കാണിച്ചു ഡോർ തുറന്ന് അത് എങ്ങനെയൊന്നും മനസ്സിലായില്ല. അപ്പോഴുണ്ട് അപ്പുറത്ത് വരുത്തായി ട്രഷർ വോൾട്ടിലേക്ക് ഒരു എലി കയറി വന്നല്ലോ എന്ന് പറഞ്ഞാൽ അടിക്കാനായിട്ട് റെഡി. അവരുടെ ഫൈറ്റ് അവിടെ നടക്കണം. ഈ സമയം വാങ്ഷ്യ വെട്ടിച്ച് വരുന്നുണ്ട്. അവിടെ രണ്ടുപേരും ഓടി വരികയാണ്. ഫൈറ്റ് ചെയ്യുന്നത് അവളെക്കാൾ അവൻ കുറച്ച് സ്ട്രോങ് ആയതുപോലെ. അവളുടെ തൊപ്പി കട്ട് ചെയ്ത് അപ്പോഴാണ് അവളുടെ മുഖം കാണുന്നത്. ഹലോ മിസ്റ്റർ പിഗ്ടെയിൽ പറയി കൂടി മറ്റേ രണ്ടുപേരെ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ സിമ്പിളായിട്ട് ആ രണ്ടുപേരെ അടിച്ചിടുകയാണ്. അവൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവനെ കറക്കി എറിഞ്ഞു. അവർ രണ്ടുപേരെ അങ്ങനെ സൈഡാക്കി. നീ പിറകിലുള്ള എനിമയെ മറന്നു എന്ന് പറഞ്ഞു വന്ന് അപ്പോണ്ട് വാങ്ഷയെ പിടിച്ചിട്ട്, ശരിയാ നീ പിറകിലുള്ള എനിമയെ മറന്നു, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ റെസ്റ്റ് റൂം നോക്കി വന്നതാ, പക്ഷേ ലോസായി. കറക്റ്റ് ഇവിടെയോ എന്റെ മൈൻഡ് ആകടാ ഒറ്റയടി. C-level ലൂസർ. അത് കേട്ടെ C-level ലൂസർ എന്നാണോ പറഞ്ഞേ? നീ ആരാന്ന് ചോദിക്കുമ്പോൾ നിന്റെ ബോഡി ഗാർഡ്. അവൾ വന്ന മിഷൻ കറക്റ്റായിട്ട് പറയുമ്പോൾ നിനക്കെങ്ങനെ മനസ്സിലായി എന്നതിന് അവളൊരു ബോഡി ഗാർഡായിരുന്നെങ്കിൽ എല്ലാത്തിലും മുൻപിലാണ് കാണേണ്ടിയിരുന്നത്. എന്നാൽ എല്ലാ ടൈമും പിറകിൽ സേഫായിട്ട് നിന്നു. അവൾ സമ്മതിച്ച്. എന്നാൽ ഇവിടെ ഒന്നുമില്ല, ഇവിടെയുള്ള കീപ്പേഴ്സ് എന്ന അവരുടെ ആൾക്കാർ എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കി അത് മാറ്റിയിരുന്നു. എങ്കിലും 2 മിനിറ്റിനുള്ളിൽ അവർ വരും. അത് കേട്ട് ഓഹോ എനിക്ക് പോകാം, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അവനകത്തേക്ക് കയറി അവർ ഇവിടെയായിരുന്നു എല്ലാം വെക്കേണ്ടിയിരുന്നത്. അവനതിന് നീ എസ്കേപ്പ് ആകുന്ന പ്ലാൻ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിനക്ക് കാണിച്ചു തരാം, അപ്പൊ നീ കണ്ടുപിടിച്ചോ. എന്നാൽ പെട്ടെന്ന് അവളെ പിടിച്ച് മാറ്റി നോക്കുമ്പോൾ ചാറോമറ ഷൂട്ട് ഹൈഡാസിക്ക് മതി എന്ന് പറഞ്ഞ ഒരു ഫ്ലാഷ് ലൈറ്റ് എടുത്തെറിഞ്ഞു. അത് മനസ്സിലായിട്ട് വാശിക്ക് ഉപയോഗിച്ച് ഒറ്റയടി അവർക്ക് നേരെ വീണ്. ആ സമയം അവർ എസ്കേപ്പ് ആയിട്ട് വരുമ്പോൾ ആ പെണ്ണ് പിന്നെ മറ്റേ സൈഡ് വേറെ ഒരുത്തനും വിത്തി ഇടിച്ച് വേറൊരുത്തനും വന്ന് അടിച്ചിട്ട് നമ്മുടെ പെണ്ണിന്റെ ലോക്കങ്ങിയ വാങ്ഷോ എന്ന് വിളിക്കുമ്പോൾ ഫൈറ്റിനിടയിൽ ഡിസ്ട്രാക്ട് ആകാതെ എന്ന് പറഞ്ഞ് അവളെ അടിച്ചിട്ട് വേണം. അവൾക്ക് മാറാൻ കഴിഞ്ഞില്ല. പിറകെ കൂടി വന്ന് അടിച്ചിട്ടു. വാങ്ഷ കണ്ടിട്ട് 3 ലെവൽ ബി വാരിയർ 2 പേരെ അടിക്കുന്നു. കൊള്ളാം, അവളെന്നാ ഡെഡായി ഒരു സംസാരിക്കാൻ പാടില്ല. എങ്ങനെ നിങ്ങളും മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഗ്രേനേഡ് അത് ഊരിയിട്ട് അത് കണ്ട് പേടിച്ച് അത് ഫേക്ക് ആയിരുന്നു. എൻ്റെ ഉള്ള ടോയ് ഉള്ളതുകൊണ്ട് എസ്കേപ്പ് ആയി. നമുക്ക് ഇവിടെ നിന്ന് ഇത്ര നേരം ഇരിക്കാൻ കഴിയില്ല. അവർ വരുന്നുണ്ട്. അവൾ നന്ദി പറയാണ്. എന്നിട്ട് നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നീ ഇങ്ങനെ രക്ഷപ്പെടുന്നതിന് അവനതിനെ എനിക്ക് അറിഞ്ഞാൽ മതിയാകൂ. എൻ്റെ ഫാമിലി മിസ്റ്റർ ലു ഷീഗുഷിൻ ഷൗയാനെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ ആരാണെന്ന് പറയുമ്പോൾ അവർ വരുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി. ഈ സമയം അവരും വരികയാണ്. ഫ്രണ്ടിലായിട്ട് വാങ്ങിച്ചോ നീ ഒറ്റയ്ക്കോ. അവൾ വീക്കായൊരു പെണ്ണാണ്.
അതുകൊണ്ട് അവളെന്നെ വിട്ടു. അവളെ എസ്കേപ്പ് ആകാൻ നോക്കുന്നുണ്ട്. നീ പോയി അവളെ പിടി. ഞാനോ ഒരു ലുക്ക് ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞ് അവൻ പോയി. അവള് അടുത്തേക്ക് വരുമ്പോഴാണ് നോക്കുമ്പോൾ സീലിംഗ് പൊട്ടിച്ച് നമ്മുടെ പെണ്ണ് വന്നു അവളെ അടിക്കുന്നു. അവരുടെ ഫൈറ്റ് മറ്റു അടിക്കാൻ വന്നത് വാങ്ങിച്ച ഒറ്റ അടി. അതുകൊണ്ട് അവനെ വിളിക്കുമ്പോൾ ഫൈറ്റിനിടയിൽ ഡിസ്ട്രാക്ട് ആകാതെ എന്ന് സെയിം ഡയലോഗ് തിരിച്ചു പറയുന്നു. അവളെ അടിച്ചിട്ട് എന്നിട്ട് വാ പോകാൻ എന്ന് പറഞ്ഞു പോയി. എന്നിട്ട് ഒരു മതിൽ പൊട്ടിച്ച് നീ സ്ട്രോങ് ആണ്. അതിനവൻ ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ടൊന്നുമല്ല, ഇവിടെ പൊള്ളയായതുകൊണ്ടാണ്. എന്നിട്ട് അകത്തേക്ക് കയറി അവിടെയാണ് ആ ട്രഷർ ഉള്ളത്. അവിടെയുള്ള ഒരു സ്ക്രോൾ കണ്ടിട്ട് ഇത് എനിക്കുള്ളതാണ്, എനിക്ക് ആ പേപ്പറൊന്നും വേണ്ട, ഞാൻ ഈ ബുക്ക് വായിച്ചോളാം എന്ന് അവൻ അവിടെ ഒബ്സൈഡ് ഇരിക്കുന്നുണ്ട്. അവസാനം അത് കണ്ടുപിടിച്ച് അതിനുശേഷം തിരിച്ചു പോയാണ്. ഡൂബൈ ബാങ്ക് എന്ന ആള് ബയോജനറ്റിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ പൈപ്പ് മുകളിലേക്കാകും പോവുക, ഐ മീൻ വെളിയിലേക്ക്. നിനക്കങ്ങനെ അറിയാവുന്നതിന് നോ കമന്റ്. എനിക്കെന്തോ ബാഡ് ഫീൽ പോലെ അടികൊണ്ട് അവര് ഞാൻ കെയർലെസ് ആണ് എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ഡൂബൈ ബാങ്ക് അവരോട് ഇവിടെ മുഴുവൻ നശിപ്പിച്ച് സോറി പറയുമ്പോൾ അവർക്ക് 3 പേർക്ക് ഒരു പില്ല് അത് കഴിയാനായിട്ട് കൊടുക്കണം എന്തോ ഒരു ലക്ഷ്യം പോലെ. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നത്തേക്ക് വന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.